െതിരായ ഇ ഡി നീക്കത്തിൽ ഡൽഹിയിൽ പ്രതിഷേധിച്ച എം.എ. ബേബിയെ കസ്റ്റഡിയിലെടുത്തു. എം.എ. ബേബിയെ കസ്റ്റഡിയിലെടുത്ത് വലിച്ചിഴച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. ഭീകരവാദത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. ഭീകരവാദമാണ് നടത്തുന്നത് ഇ ഡി എന്ന് തന്നെയല്ല പറയാനർത്ഥം. ഇ ഡി നടത്തുന്ന ഭീകരവാദമാണ്. ഇ ഡിയുടെ ഭീകരവാദത്തെ പ്രതിഷേധിക്കാൻ വന്ന് ഞങ്ങൾക്കെതിരായി വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നുണ്ട്. ശരത്ലാൽ, പാർട്ടിയുടെ മുതിർന്ന നേതാവിനെയാണ് വലിച്ചഴക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. പ്രതിഷേധിക്കുന്നവരെ വാമൂടുന്ന സാഹചര്യമാണോ രാജ്യത്തുള്ളത്? അങ്ങനെയാണോ ഇതിനെ വിലയിരുത്തിയത്? വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഇ ഡി ഓഫീസിന് മുമ്പിൽ CPM കേന്ദ്ര നേതാക്കളടക്കം നടത്തിയത്. അത് എണ്ണം കുറവായാൽ പോലും കേന്ദ്ര നേതൃത്വത്തിലെ എം.എ. ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി, അതുപോലെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, CC മെമ്പറായ വൃന്ദ കാരാട്ട്, SFI അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശ് അടക്കമുള്ള നേതാക്കൾ വളരെ ശക്തമായാണ് ഇ ഡി ഓഫീസിലേക്ക്, ഇ ഡിയുടെ കേന്ദ്ര ആസ്ഥാനത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഖാൻമാർഗിലെ ഗേറ്റ് നമ്പർ 1 വെച്ച് തന്നെ ഇവരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും കുറെ കാലത്തിന് ശേഷമാണ് നേരിട്ട് തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി നേരിട്ട് തന്നെ ഒരു സമരരംഗത്ത് ഇറങ്ങുന്നത്, ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ സെൻട്രലിലുള്ള അരുൺകുമാർ ഒഴിച്ചുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, നിലവിലുള്ള സെൻട്രൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം മുരളീധരൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ ഭാഗഭാക്കായി. കാരണം ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി പോലീസ് പോലും ഇത് പ്രതീക്ഷിച്ചില്ല. എം.എ. ബേബിയെ പോലെ പോലീസ് പ്രൊട്ടക്ഷനുള്ള, പോലീസ് ഗൺമാനുള്ള ഒരു നേതാവിനെയാണ് ഒടുവിൽ വലിച്ചഴച്ച് അവർക്ക് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നത്. ഡൽഹി പോലീസ് സംബന്ധിച്ചിടത്തോളം മുതിർന്ന പിണറായി വിജയനെതിരെ ഇ ഡി നീക്കത്തിൽ ഡൽഹിയിൽ പ്രതിഷേധിച്ച എം.എ. ബേബിയെ കസ്റ്റഡിയിലെടുത്ത് വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളും നമ്മളിപ്പോൾ കണ്ടു. ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.